അപ്പോൾ എൻ്റെ ഉമ്മാനെ പരിചയപ്പെടുത്തി തരാം. ഇതാ ഉമ്മ. ഉമ്മാൻ്റെ പേര് ബീഫാത്തുമ്മ എന്നാണ്. വിളിക്കുന്ന പേര് ചെല്ലമ്മത്താത്ത എന്നാണ് എല്ലാവരും വിളിക്കുക. ഞങ്ങൾ ജനിച്ചു വളർന്നൊക്കെ ഈ വീടാണ്. ഈ എൻ്റെ വാപ്പ ഉണ്ടാക്കിയാണ് ഈ വീട്. ഇതൊരു 85 വർഷത്തോളമായി ഈ വീട്ടിന് പഴക്കം. ഇവിടേക്കാണ് ഉമ്മാനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതൊക്കെ. അന്ന് ഈ വീട് നല്ല ചന്തമാണ്. ഇപ്പോൾ ആരും ഇവിടെ ഇരിക്കണില്ല, താമസമൊന്നും ഇവിടെ ആരും ഇല്ല. ഷിജാസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിജുക്കുട്ടിൻ്റെ മാമയാണ്. എൻ്റെ പേര് കബീറാണ്. എനിക്കിന്ന് 60 വയസ്സ് തികയാണ്. 13/5/1966 എൻ്റെ ജനനം. ഞാൻ 10 മാസം തികഞ്ഞിട്ടില്ല, 8 മാസം ആകുമ്പോഴേക്ക് തന്നെ പ്രസവിച്ചു. അപ്പോൾ ആളുകളൊക്കെ എന്നെപ്പറ്റി അറിയാൻ വേണ്ടി പലരും യൂട്യൂബിലൂടെ, വീഡിയോയിലൂടെയൊക്കെ, കമൻറ്റിലൂടെയൊക്കെ ചോദിക്കാറുണ്ട്. ഫോൺ ചെയ്യുമ്പോഴും ചോദിക്കും, മാമൻ്റെ കാര്യങ്ങൾ എന്താണ്, എന്താ കല്യാണം കഴിച്ചിട്ടില്ല, സിജുക്കുട്ടനായിട്ട് എങ്ങനെയാണ് കണക്ഷനായത്, എന്താണ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ വേണ്ടി എപ്പോഴും ചോദിക്കും. അപ്പോൾ ഇപ്പോൾ എൻ്റെ 60 വയസ്സ് തികഞ്ഞിരിക്കുന്നേക്ക് 13-ാം തീയതിക്ക് 60 വയസ്സ് തികഞ്ഞു. അപ്പോൾ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അപ്പം എൻ്റെ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അവസാനം വീഡിയോ കഴിയുന്നത് വരെ കാണുക. ഞാൻ ആകുന്നത്ര തന്നെ ചുരുക്കി പറയാം. അപ്പം ഞങ്ങൾ 8 മക്കളാണ്. 4 ആണ്, 4 പെണ്ണ്. ഏറ്റവും ഒടുവിലെ സഹോദരൻ്റെ മകനാണ് സിജുക്കുട്ടൻ. അപ്പം എൻ്റെ മൂത്തത് സുബിത്താത്ത പറയും. എനിക്ക് മൂത്തൊരു സഹോദരിയുണ്ട്, സുബിത്താത്ത. സുബൈദ എന്നാണ് ശരിക്കുള്ള പേര്. അപ്പോൾ അവൾ എന്നെ 4-ാം ക്ലാസ്സിൽ, എനിക്ക് 4 വയസ്സ് പ്രായമുള്ളപ്പോൾ അവിടെ എന്നെ സ്കൂളിലേക്ക് കൈ പിടിച്ച് കൊണ്ടുപോയിട്ട് ഇരുത്തിയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് അങ്ങനെ സ്കൂളിൽ കുട്ടികളിനെയൊക്കെ കൂട്ടിക്കൊണ്ടിരുത്തും. അതിൻ്റെ സഹോദരന്മാരൊക്കെ അതൊന്നും സ്കൂളിൽ പ്രശ്നമല്ല. അന്ന് താഴത്താണ് ക്ലാസ്സിൽ ഇരിക്കുക. അപ്പോൾ ബാക്കി കുട്ടികളൊക്കെ അങ്ങനെ സ്നേഹിക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കൊണ്ടുപോയി എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം നമ്മുടെ സഹോദരിമാർ അങ്ങനെ പറഞ്ഞ ഒരു ഉമ്മാൻ്റെ സ്ഥാനമാണ്. അപ്പം അവരിന് നമ്മൾ സ്നേഹിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതൊക്കെ ആവശ്യമാണ്. അവരെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തുക. മൂത്ത ആളുകൾ അവരൊരു ഉമ്മാൻ്റെ സ്ഥാനമാണ്. അതേമാതിരി സഹോദരന്മാരാണെങ്കിലും അങ്ങനെ തന്നെയാണ്, അവർ വാപ്പാൻ്റെ സ്ഥാനമാണ്. പക്ഷെ പല ബന്ധങ്ങളിൻ്റെ ഉലച്ചിൽ കൊണ്ട് പലവർക്കും ഇത്തരം കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാറുണ്ട്. ഈ സ്നേഹബന്ധങ്ങൾ കാലക്രമേണ നഷ്ടപ്പെടാറുണ്ട്. നമ്മളതൊക്കെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ച് അതിനെയൊക്കെ ബഹുമാനിച്ച് ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ സ്നേഹബന്ധ കുറവതൊന്നുമില്ല. ഞാൻ മൊത്തത്തിൽ പറഞ്ഞു എന്ന് മാത്രം. എൻ്റെ വാപ്പാൻ്റെ പേര് ഇബ്രാഹിം എന്നാണ്. വാപ്പാനെ എല്ലാവരും മാമു ഇബ്രാഹിം എന്നാണ് വിളിക്കുക. മാമു പറഞ്ഞ അങ്കിൾ എന്നാണ്, മാമ എന്നാണ്. ഇപ്പൊ എന്നെയും എല്ലാവരും സിജുക്കുട്ടൻ്റെ മാമ പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും എന്നെയും മാമ എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ എന്നെ അറിയുന്നത് എല്ലാവർക്കും. ഞാനും മാമിയായി. അപ്പൊ എൻ്റെ വാപ്പാക്ക് കൃഷി ഉണ്ടായിരുന്നു. പാരമ്പര്യമായി കിട്ടിയ ഒരു 1.5 ഏക്കർ കൃഷിയുണ്ട്. അതാണ് കൃഷിയുള്ളത്, നെൽകൃഷി. അന്നൊക്കെ നെൽകൃഷിയാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ വാപ്പ വീട് ധരിക്കും. അത് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഓരോരോ സ്ഥലത്ത് ഇപ്പോൾ കൊല്ലത്താണെങ്കിൽ കശുവണ്ടി എടുക്കല്, അതേമാതിരി ആലപ്പുഴനെ കയറ് വിരിക്കല്, അങ്ങനെ. പിന്നെ കണ്ണൂരാണെങ്കിൽ ഈ തുണി നെയ്ത്ത് എന്ന മാതിരി പാലക്കാട് ജില്ലയിൽ ഒരു മുഖ്യ തൊഴിലാണ് വീട് ധരപ്പ്. അന്ന് 100-200 തൊഴിലാളികൾ ഉണ്ടാവും ഒരു ബിൽഡിങ്ങിൽ വീട് ധരിക്കാൻ വേണ്ടിയിട്ട്. അമ്മമാര് സ്ത്രീകളൊക്കെ ഇല വെട്ടി കൊടുക്കും. എന്നിട്ട് ഇവർ വീട് ധരിക്കും. വീട് ധരിക്കുന്നതിന് അന്ന് ഗവൺമെന്റ് ജോലിക്കാരനെക്കാളും ശമ്പളമാണ്. ഇവർ 2000-3000 വീടിയൊക്കെ ഒരാൾ തിരക്കും. ഗവൺമെന്റ് ജോലിക്കാരനെക്കാളും പവറാണ്. ദുബായ്ക്കാരനെ മാതിരിയാണ്. അത് ഉള്ളവർക്ക് ഭയങ്കര പവറാണ് അന്നത്തെ കാലഘട്ടത്തിൽ. വീട് ധരിപ്പ് പറഞ്ഞാൽ നല്ലൊരു തൊഴിലാണ് അന്ന്. അപ്പോൾ ഇഷ്ടമുള്ളപ്പോൾ പുക, ഇഷ്ടമുള്ളപ്പോൾ വരാ, സ്വതന്ത്രമാണ്. സ്ഥിരമായിട്ട് ഇങ്ങനെ പോയി ഒപ്പിട്ടിട്ട് രാവിലത്തോടെ വൈകുന്നേരം വരെ ഇരിക്കണമെന്നില്ല. ചിലവർ 24 മണിക്കൂർ മാതിരിയൊക്കെ തിരക്കുന്നവരുണ്ടാവും. ചിലവർ 2 മണിക്കൂർ തിരച്ചിട്ട് പോകുന്നവരുണ്ടാവും. അവരവർക്ക് ആവശ്യമുള്ള പൈസയ്ക്കുള്ള ജോലി അന്ന് ചെയ്യും. അങ്ങനെ എൻ്റെ വാപ്പയും കഷ്ടപ്പെട്ട് കൃഷി നോക്കും, കൃഷികളും ചെയ്യും, ഈ വീട് ധരപ്പും ചെയ്യും. ഞങ്ങളുടെയൊക്കെ നല്ല രീതിയിലാണ് വളർത്തിയത്. അന്ന് അലുമിനിയത്തിൻ്റെ ഒരു ബോക്സ് ഉണ്ട്, പെട്ടി. അതൊക്കെ വാങ്ങി തന്നിട്ടാണ് ഞങ്ങളുടെയൊക്കെ സ്കൂളിൽ വിട്ട് നല്ല രീതിയിലും നല്ല സ്റ്റാൻഡേർഡായ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ വളർത്തിയത്. വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ പാടത്തേക്കൊക്കെ കൂട്ടിയിട്ട് പോകും, കൃഷികളൊക്കെ പരിചയപ്പെടുത്തി തരും. ഞങ്ങൾ ഇവിടുന്ന് 4 കിലോമീറ്റർ ദൂരത്താണ് കൃഷി. അങ്ങോട്ട് നടന്നു പോകണം. അന്ന് സൈക്കിളൊന്നും ഇല്ല, കാറും ബസ്സൊന്നും അന്നില്ല അവിടേക്കൊന്നും. അപ്പം നടന്നിട്ടാണ് നമ്മ ഉച്ചയ്ക്ക് ആഹാരം കൊണ്ട് കൊടുക്കാൻ പോകും വാപ്പാക്ക്, അവിടെ പാടത്ത് പണികളൊക്കെ ഉള്ള സമയത്ത്. അങ്ങനെയൊക്കെയാണ്. അപ്പം നിറയെ നടന്നു പോകാൻ നിറയെ ആളുകളൊക്കെ ഉണ്ടാവും. അതിൻ്റെ കൂടെ അങ്ങനെ പോകുക തന്നെ ആഹാരം കൊടുക്കാനൊക്കെ. പിന്നെ പാടത്ത് പോയിട്ട് നമ്മളും കുറച്ച് അവിടുന്ന് ആഹാരം കഴിക്കും. അതൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എനിക്കൊരു 15 വയസ്സായ സമയത്ത് വാപ്പാക്ക് പക്ഷപാതം പറയും.
ഷോക്ക് എന്നൊക്കെ പറയും, വാദം. ഒരു കൈയും ഒരു കാലും തളർന്ന് വാദം വന്ന് കിടപ്പിലായി പെട്ടെന്ന്. അങ്ങനെ കിടപ്പിലായപ്പോൾ വാപ്പാന്റെ വരുമാനങ്ങളൊക്കെ നിന്നു. നമ്മൾക്ക് ഈ കൃഷിയാണുള്ളത്, വാപ്പാക്ക് വീടിയും തരത്തിലുള്ള വരുമാനമുണ്ട്. വാപ്പാന്റെ വരുമാനം കൊണ്ട് തന്നെ വാപ്പ പിന്നെ ഒരു 2 ഏക്കർ കൃഷിയും കൂടി വാങ്ങി. അത് പറഞ്ഞാൽ വാപ്പാന്റെ സ്വഭാവമൊക്കെ മനസ്സിലാക്കി നല്ലൊരു കൃഷിക്കാരനാണ്, നല്ല വ്യവസ്ഥയുള്ള മര്യാദയുള്ള ആളാണ് പറഞ്ഞു. ഒരു കൃഷ്ണാട്ടൻ പറഞ്ഞ ഒരാൾ കടവായിട്ട് കൊടുത്തു ഭൂമി, കുറച്ചായി തന്നാൽ മതി ഇബ്രാഹിക്ക, എനിക്ക് നോക്കാൻ വയ്യ. അന്നൊക്കെ അങ്ങനെയാണ്, വിശ്വാസങ്ങളാണ് കൂടുതൽ. റേഷ്യയിലേ കൊടുത്തു, കുറച്ച് പൈസയെ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് വാപ്പ മുടങ്ങിയത്. ഈ കടവും ഉണ്ട്, അങ്ങനെ വരുമാനങ്ങളൊന്നുമില്ല. ഈ കൃഷിയും കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോണത്. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് എന്നെ എങ്ങനെയൊക്കെ SM കോളേജിൽ കൊണ്ട് ചേർത്തി, ശ്രീനാരായണ കോളേജ് പറയും, ഇരട്ടക്കുളത്തിൽ. അന്ന് സെക്കൻഡ് ഗ്രൂപ്പിനാണ്, പ്രീ ഡിഗ്രി എന്നാണ് അന്ന് പറയുക, സയൻസ് ഗ്രൂപ്പിനാണ് ചേർത്തിയത്. 6 മാസം പോയി ഞാൻ. 6 മാസം പോയപ്പോൾ എനിക്ക് ഒരു ഫിസിക്സിന്റെ ഒരു ബുക്ക് മാത്രമാണ് കിട്ടിയത്. പിന്നെ 1-2 നോട്ട് ബുക്കും. വാങ്ങാനുള്ള പൈസകളൊന്നുമില്ല, വരുമാനവും ഇല്ല. അപ്പോൾ ഈ പരീക്ഷന്റെ സമയമായി, 6 മാസം മുമ്പ് ഫീസ് കെട്ടാം. അന്ന് 160 120 എന്താണ് ഫീസ് കെട്ടേണ്ടത്. ആ ഫീസ് കെട്ടാൻ പൈസയൊന്നുമില്ല. ആര് കെട്ടും, ആരുടെ അടുത്ത് ചോദിക്കും. ഇന്നത്തെ കാലത്ത് സഹായം ചോദിക്കാനുള്ള ഇതുമില്ല, ആരും തരുമില്ല. അങ്ങനെ അത് കെട്ടാൻ പറ്റിയില്ല. അതോടിയിട്ട് നമ്മുടെ വിദ്യാഭ്യാസം മുടങ്ങി, പഠിപ്പ് നിർത്തി ഞാൻ ഇങ്ങോട്ട് വന്നു. പൈസ ആരും തരാനും സഹായിക്കാനൊന്നുമില്ല. നമുക്ക് ബന്ധുമിത്രാദികൾ ഉണ്ടെങ്കിലും ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ സഹായിക്കാനോ ആരുമില്ല. മുടങ്ങിക്കിടക്കുന്ന അവിടെ ആരും സഹായിക്കില്ലല്ലോ. ഇന്നൊക്കെയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലും ഇവരൊക്കെ സഹായിക്കും. അന്ന് അതൊന്നും ഇല്ല. നാട്ടിൽ തന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടും കഷ്ടമാണ്. ഇന്നത്തെ മാതിരി ഈ പാവപ്പെട്ട പണക്കാര് പറയാനൊന്നും ഇല്ല. അന്ന് നാട്ടിൽ 1-2 പണക്കാരുണ്ടാവും. അവരൊന്നും ഈ പാവപ്പെട്ടവനെ ശ്രദ്ധിക്കുക, അവർക്ക് വേണ്ട സഹായം ഒന്നും ചെയ്യില്ല. എല്ലാവരും വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്നത്. അങ്ങനെ പഠിപ്പ് മുടങ്ങി ഞാൻ ഇവിടെ ഇരുന്നു. പിന്നെ ഞാൻ കൃഷികൾ നോക്കാൻ പോകും, പാടത്ത് പോകും. ഞാൻ തന്നെ പാടത്ത് ആകുന്നത്ര പണികൾ, ആണുങ്ങളുടെ പണികളൊക്കെ ഞാൻ ചെയ്യും. കളയ്ക്കുന്നത്, ഞാറ് വലിച്ചിടുന്നത്, വളമിടുന്നത്, ആകുന്നത്ര പണികൾ ഞാൻ ചെയ്യും. ഉമ്മയും പാടത്ത് പോകും. ഉമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ള കുട്ടികളൊക്കെ ചെറിയ കുട്ടികളാണ്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് വളർന്നത്. അപ്പൊ അന്ന് നെല്ലിനൊക്കെ വണ്ടി കണക്കാണ് വില പറയുക. ഒരു കാളവണ്ടി പറഞ്ഞാൽ ഒരു 10 ചാക്ക് ഉണ്ടാവും. എന്നിട്ട് 7 പറ നെല്ലാണ് ഉണ്ടാകുക. അതിന് ഒരു വണ്ടിക്ക് 1000 1500, ചില കാലഘട്ടത്തിൽ 500 ഉണ്ടാവും. പിന്നെ കൂടി 1000 1500 വരെയൊക്കെ വന്നിട്ടുണ്ട്. അതൊരു പറ പറഞ്ഞാൽ 13 ലിറ്റർ 14 ലിറ്റർ. പലവരും പല അളവാണ്, കൃത്യമായി അളവൊന്നും ഇല്ല അന്ന്. അങ്ങനെ പലവരും പല പറന്റെ അളവ് കൊണ്ടുവന്നിട്ടാണ് അളന്നു കൊണ്ടുപോവുക. ഇന്നത്തെ മാതിരി തൂക്കമൊന്നുമില്ല. അങ്ങനെ വാപ്പ മുടങ്ങിയപ്പോൾ ഈ കൃഷിക്കാരനേക്ക് പൈസ നാം വർഷം കുറച്ച് കൊടുക്കണം. അപ്പൊ ഈ വരുമാനത്തിൽ നിന്ന് നമ്മുടെ ചെലവും കഴിച്ച് അവരിന്റെ കടവും വീട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെ വർഷം ആ കടവും കുറച്ച് വീട്ടും. നമുക്ക് ജീവിച്ചു പോകാനുള്ള വരുമാനങ്ങൾ പറഞ്ഞാൽ ഈ ചോറൊക്കെ നമുക്ക് കിട്ടും. നെൽകൃഷി ആയതുകൊണ്ട് ആഹാരം ഒന്ന് കിട്ടും. ബാക്കി ചെലവുകളുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ വീട്ടിൽ നമ്മുടെ 50 സെന്റ് സ്ഥലമാണ്, തറവാട് സ്ഥലം. അതിൽ നമ്മൾ പലതരം പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യും. അതൊന്നും കുറച്ച് കിട്ടും. എന്നാലും നമുക്ക് പിന്നെ ഉപ്പ് അങ്ങനെയുള്ള പല കടയിൽ നിന്ന് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊന്നും വാങ്ങാൻ പൈസ ഉണ്ടായില്ല. അപ്പോഴൊക്കെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കുറച്ച് ഒക്കെ ഞെരുങ്ങിയിട്ടുള്ള ജീവിതം തന്നെയാണ് അന്ന്. ആരും ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല. അപ്പൊ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എന്ത് ചെയ്ത് പറഞ്ഞാൽ ഈ സെൻട്രിങ് പണിക്ക് പോയി. ഒരു 5-6 ദിവസം 5 രൂപ കിട്ടും ഒരു ദിവസം. അന്ന് സെൻട്രിങ് പണിക്ക് പോകുമ്പോൾ ഈ മുളനെ എടുത്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കണം അടിയിൽ. അവര് മോളിൽ കയറി അടിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് നോക്കണം എന്നൊന്നും അറിയില്ല. ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ മോളിക്ക് നോക്കുമ്പോൾ ആ തല്ലുമ്പോൾ കണ്ണിൽ പൊടിയൊക്കെ നമ്മുടെ കണ്ണിലേക്ക് വീഴും. അങ്ങനെ കണ്ണൊക്കെ ചോപ്പാവും. ഇവിടുന്ന് ചോറും കൊണ്ടാ പോവുക. അതിന് 5 രൂപയെ കൂലി തരിക. ഒരു ദിവസം വൈകുന്നേരം വരെ പണിയൊന്നും കഷ്ടമില്ല. പക്ഷെ കണ്ണിൽ മുഴുവൻ പൊടിയാ വിടുക. അങ്ങനെ ആ കഷ്ടങ്ങൾ അനുഭവിച്ചു. അത് മതിയായപ്പോൾ അത് 5 ദിവസം കൊണ്ട് ആ പണി നിർത്തി. പിന്നെ ഒരു 1.5 മാസത്തോളം ഞാനൊരു ബേക്കറിയിൽ നിന്നു. അത് മാസം 150 റുപ്യ കിട്ടും. അങ്ങനെ അതും കൊണ്ടൊന്നും നമുക്ക് മതിയായില്ല. ഞാൻ പോകുമ്പോൾ ഇവിടെ കൃഷിന്റെ കാര്യം നോക്കാണ്ടാകുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകളും അതിന്റെ ഷോർട്ടേജ് ഒക്കെ വരും. അപ്പൊ കൃഷിപ്പണി തന്നെ നമ്മ ഫുൾ ടൈം കളപറിക്കാനും എല്ലാത്തിനും നമ്മ കൂടെ നിൽക്കും, പെണ്ണുങ്ങളുടെ കൂടെ. എൻ്റെ ഉമ്മയും കൂടെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ കൃഷിനെയും ഈ ജീവിതങ്ങളായിട്ട് മുന്നോട്ട് പോണത്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ സഹോദരൻ്റെ സുബിത്താത്താൻ്റെ കല്യാണം വന്നു. ആ കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നെ 2ാമത്തെ സഹോദരി ഉണ്ട്, അതിൻ്റെ കല്യാണം വന്നു, അതിൻ്റെ കഴിച്ചു കൊടുത്തു.
അതിന്റെ കല്യാണം കഴിക്കുമ്പോൾ നമ്മ ഈ ഭൂമിനെ പണയം വെച്ചിട്ടാണ് കഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ കടം വീട്ടണം, ഈ പണയം തിരിച്ചെടുക്കണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. അങ്ങനെയുള്ള സമയത്താണ് എനിക്കൊരു 18 വയസ്സായി. 18 വയസ്സായപ്പോൾ ഈ സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം പറയും, പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതി, അതിലൂടെ ഒരു ലോണ് അപേക്ഷ കൊടുത്തു ഈ വ്യവസായ വകുപ്പിൽ. അന്ന് എൻ്റെ പ്രായത്തിനൊന്നും തരില്ല, പക്ഷേ എൻ്റെ കൃഷിൻ്റെ അടുത്താണ് VS വിജയരാജൻ MP. അയാൾ വ്യവസായ ഓഫീസിൽ പറഞ്ഞു നമുക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ്, അവർക്ക് അതൊന്ന് ചെയ്തു കൊടുക്കണം പറഞ്ഞു. അങ്ങനെ എനിക്ക് ലോണ് പാസ്സായി 20,000 രൂപ. ഈ ചെരുപ്പ് നിർമ്മാണം, ഹവായി ചപ്പൽസ് നിർമ്മാണത്തിനാണ് എനിക്ക് ലോൺ പാസ്സായത്. അങ്ങനെ ഞാൻ ഹവായി ചപ്പൽസ് നിർമ്മാണമൊക്കെ തുടങ്ങി. അതിൽ നിന്ന് എനിക്ക് ചെറിയ വരുമാനങ്ങൾ കിട്ടാൻ തുടങ്ങി. അന്ന് എന്നെ സഹായിച്ചവരാണ്. അതേമാതിരി കൃഷിക്കൊക്കെ വെള്ളമൊക്കെ നനച്ചു തരും ഈ വിജയരാവട്ടെ. ആവശ്യത്തിന് അതിനൊന്നും പൈസയൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങില്ല. നമുക്ക് കൃഷിഭൂമി പറഞ്ഞ ഒരു വർഷം ഉണങ്ങിക്കഴിഞ്ഞ പിന്നെ ഞങ്ങളൊക്കെ പെരുവഴിയിലാവും. അപ്പോൾ ഉണങ്ങാനുള്ളതൊന്നും സമ്മതിക്കില്ല. അപ്പോൾ അതിന് അത്രത്തോളം നമ്മൾ കഷ്ടപ്പെട്ട് അതിൻ്റെ പിന്നാലെ ഓടണം. അങ്ങനെ ഈ ചെരുപ്പ് കടയൊക്കെ തുടങ്ങിയപ്പോൾ അതിന് ചെറിയ വരുമാനം കിട്ടിയപ്പോൾ ഞാൻ ദിവസം വീട്ടിലേക്ക് 5 രൂപ കൊടുക്കും. അത് പറഞ്ഞാൽ മേച്ചെലവിന്, ബാക്കി ഉപ്പ് മുളക് മീൻ അങ്ങനത്തെയൊക്കെ വാങ്ങാൻ ഈ 5 രൂപ ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലെ ആവശ്യത്തിനുള്ള ചെലവിനൊക്കെ കിട്ടും. പിന്നെ അങ്ങനെ എൻ്റെ അനിയന്മാരും അതേമാതിരി സഹോദരിമാരും ഇവരൊക്കെ ഒപ്പം വളർന്നു വരുന്നുണ്ട്. അന്നൊക്കെ പറഞ്ഞാൽ വാപ്പ ഇങ്ങനെ വരുമാനമൊക്കെ കിട്ടാത്ത കാലത്ത് ഇവരൊക്കെ ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയാണ്. ഇവർക്കൊരു ആഹാരം എങ്ങനെയെങ്കിലും കൊടുക്കണം, നല്ലൊരു ചോറ് കിട്ടും, നല്ലൊരു കറി കൊടുക്കണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞമ്മ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ആരും സഹായിക്കാനില്ല, എല്ലാവരും ബുദ്ധിമുട്ടുള്ളവരാണ്, സാമ്പത്തികമുള്ളവരും തിരിഞ്ഞു നോക്കില്ല. നമ്മ ആരുടെ അടുത്ത് പോയി ചോദിക്കണം. നമ്മുടെ അഭിമാനം വിട്ട് നമ്മ ആരുടെ ചോദിക്കില്ല. വാപ്പാക്ക് മരുന്നും വാങ്ങണം, വാപ്പാനെ നല്ല രീതിയിൽ ചികിത്സ അന്ന് മാറും. പക്ഷേ ചികിത്സിക്കാനോ അത് കൊണ്ടുപോകാനോ അതിന്റെ പിന്നാലെ നിൽക്കാനൊന്നും അന്ന് ആരും ഇല്ല. ആരെങ്കിലും നിന്നാൽ അവന്റെ കയ്യിൽ നിന്ന് പൈസ പോകുമല്ലോ. അപ്പൊ അതിനാരും മുന്നോട്ട് ഇറങ്ങില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട്. ഇവരിനെ നല്ല രീതിയിലൊന്ന് ഭക്ഷണം കൊടുത്ത് മനുഷ്യന്റെ കോലത്തിലാക്കണം എന്ന് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ കടയൊക്കെ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിൽ നിന്നൊക്കെ ചെറിയൊരു ആശ്വാസം കിട്ടിയത്. പിന്നെ അവരും ഓരോരോ പ്രായത്തിനനുസരിച്ച് എൻ്റെ സഹോദരന്മാർ എല്ലാവരും തന്നെ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ മുൻനിരയിൽ നിന്നോളൂ. അങ്ങനെ കയറി വന്നത്. അങ്ങനെ പിന്നെ 12 വർഷമായ ശേഷമാണ് നമ്മുടെ വാപ്പ മരിക്കുന്നത്. വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ നല്ല മനുഷ്യനാണ്. വാപ്പ എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകി തരും. അന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാമിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ മദ്രാസ വിദ്യാഭ്യാസം പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ പൊതു എന്നത്തെ മാതിരി ക്ലാസ് ഇതൊന്നും ഇല്ല. ഓരോ കുട്ടികൾ ഓരോ രീതിയിൽ പഠിക്കും, ഓരോ രീതിയിൽ പഠിപ്പിക്കും. അങ്ങനെയാണ്. അന്നൊക്കെ നമുക്ക് മതബോധം കിട്ടുക പറഞ്ഞാൽ നമ്മുടെ വാപ്പന്മാരും ഇവരൊക്കെ പറഞ്ഞു തരുന്ന ഈ മതപ്രസംഗത്തിലൂടെയും ബുക്കുകളിലൂടെയൊക്കെ വായിച്ചു കിട്ടുന്ന വിവരങ്ങളാണ്. അത് പറഞ്ഞാൽ ഒരു പണ്ടിലുള്ള പ്രവാചകന്മാരിൻ്റെയും നബിമാരിൻ്റെയും ധീരപുരുഷന്മാരിൻ്റെയും ത്യാഗികളുടെയും സൂഫികളുടെയും കഥകളൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടാണ് നമ്മൾക്ക് ഇസ്ലാമിക ബോധവൽക്കരണം നമുക്ക് നടത്തിയിരിക്കുന്നത്. അത് തലമുറകളായി അവർക്ക് കിട്ടി വന്നിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വാപ്പ നമുക്ക് പറഞ്ഞു തരിക. എപ്പോഴും അങ്ങനത്തെ കഥകൾ നമുക്ക് പറഞ്ഞു തരും. അന്ന് ടിവിയും ഫോണും ഇതൊന്നും ഇല്ലല്ലോ. അന്ന് ഇങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞു തരും. നല്ല നല്ല പുണ്യാത്മാക്കളുടെ കഥകൾ. അത് പറഞ്ഞ് നമുക്ക് കാക്കാൻ പറ്റില്ല, ചതി ചെയ്യാൻ പറ്റില്ല, വഞ്ചിക്കാൻ പറ്റില്ല, നരകം സ്വർഗവും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ, എന്നുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചില്ല. അതിൽ നമ്മൾ പേടിച്ചിട്ടും അങ്ങനെയൊക്കെയാണ് ഭക്തി നമ്മളിൽ ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മുടെ വാപ്പ കിടക്കുമ്പോ നല്ല വയ്യാണ്ട് കിടക്കുന്ന ഈ 12 വർഷക്കാലങ്ങളും വാപ്പ സലാത്തും ദിക്റുകളും അങ്ങനെയുള്ള ചൊല്ലിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. വാപ്പാന്റെ സ്വന്തം കാര്യങ്ങളൊക്കെ അത്യാവശ്യമൊക്കെ വാപ്പ ചെയ്യുന്ന ഒരു ഭാഗം ബാലൻസ് ഇല്ല എന്നാ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ ചില വാപ്പ ഒരു 12 വർഷം ആയപ്പോ 12ാമത്തെ വർഷമായപ്പോ നോലുമ്പ് സമയമാണ്. നോലുമ്പ് 29 പറയും. 30 കഴിഞ്ഞ പിന്നെ പെരുന്നാളാണ്. അപ്പൊ നോലുമ്പ് 29 ആയപ്പോ അന്ന് രാവിലെ ഞാൻ കടയ്ക്ക് പറഞ്ഞു, നീ കടയ്ക്കൊന്നും പോണ്ട, എന്റെ കാര്യം ശരിയല്ല, എനിക്കിനി മരിക്കണം, ഇതുവരെയൊക്കെ ഇരുന്നില്ലേ, എനിക്ക് ഈ നോലുമ്പൊക്കെ നല്ല ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോകണ്, മരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ വാപ്പാന്റെ അടുത്ത് വാപ്പ പറഞ്ഞാൽ ഞാൻ ചങ്ങാതിമാരിന്റെ മാതിരിയാണ്, എന്നെ ഇതുവരെ തല്ലിയോ ചീത്ത പറയേ ആരും ചെയ്തിട്ടില്ല, എന്നെ പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. അങ്ങനെ വളരെ സ്നേഹത്തോട് വളർത്തിയ വാപ്പയാണ്. അപ്പൊ വാപ്പ എപ്പോഴും എനിക്ക് ഒരുപാട് ബാഗ് തന്നിട്ടാ പോണത്, എന്നെ വിഷമിപ്പിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വാപ്പ പറഞ്ഞിട്ടുണ്ട്.
അതിലൊന്നും വിഷമിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വലിയ ഉത്തരവാദിത്തമുണ്ട് നമ്മളെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഈ അതുവരെ കടന്ന മൂപ്പര് ഡ്രസ്സ്, അതിൻ്റെ വസ്ത്രം, കടക്ക, അതേമാതിരി എല്ലാം മൂപ്പര് മാറ്റി ആ 12 വർഷം കടന്ന റൂമിൽ നിന്ന് എല്ലാം മാറ്റി മൂപ്പര് വേറെ റൂമിൽ വന്ന് കടന്ന് ഒരു പായ് വിരിച്ച്, ഒരു തുണിയും വിരിച്ച്, ഒരു തലയാണിയും വെച്ച് രാവിലെ ഒരു 10 മണിക്ക് കുളിച്ച് വൃത്തിയായി പൗഡറൊക്കെ മേലെ, അന്ന് സ്പ്രേ ഒന്നും ഇല്ലല്ലോ, പൗഡറൊക്കെ നന്നായി ഇട്ട് നീ ദൂരെ നിന്ന് പിറ്റേ 2 ദിവസം കഴിഞ്ഞ് പെരുന്നാളാണ്. അപ്പൊ എനിക്ക് ചെരുപ്പൊക്കെ നിറയെ എടുക്കണം. അപ്പൊ നീ ദൂരെ നിന്ന് പോണ്ട പറഞ്ഞു. അപ്പൊ പറഞ്ഞു നിങ്ങൾ മരിക്കാൻ കിടക്കണം, എനിക്ക് ഇത്തിരി കുരുത്തൊക്കെ തരിയെന്ന ഞങ്ങൾ എപ്പോഴും തമാശ പറയും. ബാപ്പ അങ്ങനെയാണ് അഭിനയിക്കുന്നത് നമ്മ അതിനെ കണക്കാക്കിയിരിക്കുന്നത്. കാലിലൊക്കെ പിടിച്ച് എനിക്ക് ഇത്തിരി കുരുത്തൊക്കെ തരികയാണ്. അപ്പൊ നീ ഇതാ എൻ്റെ അടുത്ത് തമാശ കളിക്കണ്ട, പോ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഉച്ചയായി, ഒരു 4 മണിയായി, രാവിലെ കിടക്കാൻ തുടങ്ങി. അങ്ങനെ 4 മണിയായപ്പോ എന്നെ 2-3 ആൾക്കാർ കടയിൽ നിന്ന് വിളിക്കാന്ന്. വാപ്പാന്റെ സ്ഥിതി, കട പറഞ്ഞ 100 മീറ്റർ ദൂരമുള്ളൂ. സ്ഥിതി മോശമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നു. പെട്ടെന്ന് നോക്കണു വാപ്പ ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോഴും നമുക്ക് മരിക്കുന്നൊന്നും ഇല്ല, ആർക്കും ഇല്ല. വാപ്പ അങ്ങനെ താല്പര്യം കൊണ്ട് പറയണു എന്നുള്ളതാണ് നമ്മ വിചാരിക്കുന്നത്. നോക്കുമ്പോൾ എൻ്റെ കാലിൽ ഒരു ഇറുമ്പ് കടിക്കുന്നുണ്ട്, നോക്കിട്ടാ പറഞ്ഞു. പക്ഷേ ഇറുമ്പ് കടിയോ ഒന്നും കണ്ടില്ല. പെട്ടെന്ന് കാല് തണുക്കണുകൊണ്ടു ആള് കണ്ണ് തുറപ്പിക്കുകയോ വെള്ളം വരികയോ ഒന്നും ചെയ്യില്ല. ഇതാണ് പറഞ്ഞ അസറിന്റെയും മഗ്‌രിബിന്റെയും ഇടയിലായിട്ട് വൈകുന്നേരം പെരുന്നാളിന്റെ തലേ ദിവസമായിട്ട് ആള് മരിച്ചു. അത്രയും ഒരു നല്ല മനുഷ്യനാണ് എൻ്റെ വാപ്പ. അങ്ങനെ പറഞ്ഞാൽ എല്ലാം ഒരു സൂഫിന്റെ മരുത്തെ ഒരു വ്യത്യസ്തമായ ഒരു മനുഷ്യനാണ്. അത് കൂടെ ഇരുന്ന ഞങ്ങൾക്ക് അറിയുള്ളൂ. വാപ്പ എത്ര കാലം കടന്നിട്ടുണ്ടെങ്കിലും അത് വാപ്പാന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി കടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂപ്പര് അത്രത്തോളം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു മഹാനായ മനുഷ്യനാണ്. ഞങ്ങൾ വാപ്പാന്റെ കൂടുതൽ ഞങ്ങൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ വാപ്പ. അപ്പൊ ഈ വാപ്പാന്റെ ഉപദേശങ്ങൾ കേട്ടിട്ടാണ് ഞാൻ വളർന്നിരിക്കുന്നത്. അപ്പൊ തന്നെ എനിക്ക് സൂഫിസത്തിനോടും ഇങ്ങനെയുള്ള ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. വാപ്പ മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ സുഖമില്ലാണ്ട് കിടക്കുമ്പോ തന്നെയാണ് ഇടയിലൂടെ എൻ്റെ 2 സഹോദരിമാരുടെ കല്യാണം കഴിഞ്ഞത്. അപ്പൊ അന്നൊക്കെ വിവാഹ ജീവിതം പറഞ്ഞാൽ സ്ത്രീധനം കൊടുക്കണം, സ്വർണം കൊടുക്കണം, അവിടെ അച്ഛന്മാര്, അമ്മമാര്, സഹോദരിമാര് ഉണ്ടാവും. അവരുടെ ക്രൂരതകളും പീഡനങ്ങളൊക്കെ പലതും ഉണ്ടാവും. അന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്, എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾക്കിപ്പോ അവരെ കൂട്ടിയിട്ട് വരണമെങ്കിൽ അവന്റെ ഉമ്മ വാപ്പന്മാരുടെ അടുത്തൊക്കെ ചോദിക്കണം, സമ്മതം വാങ്ങണം. ഇന്നത്തെ കാലഘട്ടം മാതിരിയൊന്നുമല്ല. പിന്നെ വിവാഹം ചെയ്ത് കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരിലുണ്ടാകുന്ന പല പൊരുത്തക്കേടുകള്, പല പ്രശ്നങ്ങള്, പിന്നെ അങ്ങനെയൊക്കെ കണ്ട് എനിക്ക് വിവാഹ ജീവിതം ഇങ്ങനെയാണെന്നുള്ള പലവരുടെയും, എൻ്റെ കടയിൽ വരുന്നവരുടെയും പല വിവാഹ ജീവിതങ്ങളുടെ ചരിത്രങ്ങളൊക്കെ പറയും. അവരുടെ പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ കണ്ട് എനിക്ക് വിവാഹ ജീവിതം ഇങ്ങനെയാണ്, ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതമാണ്. എനിക്ക് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞ പിടിക്കില്ല. ഞാൻ ഇത്തിരി ദേഷ്യക്കാരനും കണ്ടീഷൻകാരനുമാണ്. കാര്യത്തിലും ഇത്തിരി നിയന്ത്രണങ്ങളും കർശനങ്ങളൊക്കെ കൂടുതലാണ്. എൻ്റെ കൂടെ നിന്ന് ഒരു പെണ്ണ് അത്ര ഭാവം ഇരിക്കില്ല. എന്താ പറയുക, എനിക്ക് എൻ്റെ സഹോദരന്മാരിനെയൊക്കെ ഞാൻ എൻ്റെ സ്വന്തം മക്കളുമാരിയാണ് സ്നേഹിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടു പോകാൻ ഈ വരുന്ന പെണ്ണുങ്ങൾക്കൊന്നും ആയില്ല. അപ്പൊ ഞാനത് അവർക്കൊരു ബാധ്യതയാവണ്ട പറഞ്ഞ് ഞാൻ സ്വയമേ ഒഴിഞ്ഞതാണ്. അപ്പൊ ചിലവരൊക്കെ അങ്ങനെ ഈ കല്യാണം കഴിക്കാണ്ടൊക്കെ ഇരിക്കും ചോദിക്കും. എല്ലാവർക്കും ചിലവർക്ക് ചായ കുടിക്കുന്നവർക്ക് കൃത്യസമയത്ത് ചായ കിട്ടണം, കള്ളു കുടിക്കുന്നവർക്ക് കള്ളു കിട്ടണം, ബീഡി വലിക്കുന്നവർക്ക് ബീഡി കിട്ടണം. അതേമാതിരി നമ്മ ശീലിക്കുന്നതാണ്. നമ്മൾ ഇന്ന സമയത്ത് ഇന്ന കിട്ടണമെന്ന് ശീലിച്ചു കഴിഞ്ഞാൽ അത് കിട്ടിയാലേ പറ്റുള്ളൂ. അത് ഒഴിവാക്കണം എന്ന് കണക്കാക്കി ഒഴിവാക്കുക. എന്നമാതിരി തന്നെയാണ് നമ്മളുടെ വിചാര കാമ ക്രോധ മോഹങ്ങളിനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അതൊക്കെ എല്ലാം കഴിയും. അതൊക്കെ നമ്മുടെ മനസ്സിന്റെ ശക്തിമായിരിക്കും. അതിനുള്ള ശക്തി മനുഷ്യനിക്കുണ്ട്. നമ്മൾ അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരുന്നോ അതിനനുസരിച്ചാണ് ഇരിക്കുക. അതാണ് എൻ്റെ അനുഭവം. അപ്പൊ വിവാഹ ജീവിതത്തിൽ പലവരുടെയും പൊരുത്തക്കേടുകൾ എൻ്റെ മനസ്സിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്, വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരു കാരണമാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഭയങ്കര ദേഷ്യക്കാരനാണ്. എൻ്റെ കൂടെ അത്ര ഭാഗം പെൺകുട്ടികളൊന്നും ഇരിക്കില്ല. ഞാൻ അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് വളർന്നിരിക്കുന്നത്. പിന്നെ വിവാഹ ജീവിതത്തിനെ കുറിച്ച് മോശം അഭിപ്രായമാണ്, തെറ്റായ അഭിപ്രായമാണ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ വിവാഹ ജീവിതം തന്നെയാണ് നല്ലത്. നല്ല രീതിയിൽ കുട്ടിയും കുടുംബവും മക്കളൊക്കെ ആയിട്ട് ജീവിക്കുക, അങ്ങനെ തന്നെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. മറ്റു മീനും മൃഗങ്ങളൊക്കെ പറഞ്ഞാൽ അത് പ്രസവിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ പാട്ടിൽ ജീവിക്കും. മനുഷ്യ ജീവിതം നിലനിൽക്കണമെങ്കിൽ കുട്ടിയും മക്കളെയൊക്കെ പ്രസവിച്ച് ബാക്കിയുള്ളവർ നോക്കണം. അത് തന്നെയാണ് അതിൻ്റെ ശരി. പക്ഷെ അത് എല്ലാവർക്കും ഒരേമാതിരി ആയിരിക്കണം എന്നില്ല.
കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് കുട്ടികൾ ഭാര്യനെ ബുദ്ധിമുട്ടിക്കുക, കഷ്ടപ്പെടുത്തുക, അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ വരുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. അവരിനും നല്ല നിലയിൽ നോക്കാൻ കഴിയണം. അതിന് കൂടി കഴിയണേ മാത്രമേ അതിനൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. എല്ലാത്തരും അതിന് നിൽക്കാണ്ടിരിക്കുക. വരുന്ന ഭാര്യനെയും നന്നായി നോക്കണം, കുടുംബത്തിനെയും നന്നായി നോക്കണം. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലൊന്നും അങ്ങനെയല്ല. എനിക്ക് ഒരുപാട് പൊരുത്തക്കേടുകൾ പലവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ മനസ്സ് മടുക്കുന്നത്. വിവാഹ ജീവിതം തന്നെയാണ് നല്ലത്. എനിക്കത് ചേരാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കി. ഞാൻ അതിനുള്ള ആത്മസംസ്കരണം ഞാൻ നന്നായി നടത്തിയിട്ടുണ്ട്. വിവാഹം കഴിക്കാണ്ടിരിക്കുക പറഞ്ഞാൽ നല്ല കഷ്ടമാണ്. നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല, നല്ല കഷ്ടം തന്നെയുണ്ട്. അപ്പം നമ്മൾ അതിനനുസരിച്ച് ശരീരത്തിനടക്കം ആഹാരത്തിലടക്കം കൺട്രോൾ ചെയ്ത് നമ്മൾ ജീവിക്കണം. എല്ലാത്തിനും കൺട്രോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഇപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല പറഞ്ഞിട്ട് എനിക്കിതുവരെ ദുഃഖങ്ങളോ വിഷമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ചെയ്തത് തെറ്റായി പോയോന്നൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഞാൻ ചെയ്തത് തന്നെ ശരിയെന്നാണ് 100% ഇപ്പോഴും ഗ്യാരണ്ടിയോടുകൂടി അടിവരയിട്ട് പോണത്. എന്താ പറഞ്ഞാൽ പല രക്ഷിതാക്കളും, എത്രയോ രക്ഷിതാക്കൾ വൃദ്ധസാധനത്തിലും വളരെ ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും ചെലവിന് രക്ഷിതാക്കൾക്ക് പൈസ കൊടുക്കാണ്ടും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടൊക്കെ നോക്കുമ്പോൾ ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് രക്ഷിതാക്കൾ മക്കളെ വളർത്തുന്നത്. അവസാനം ഇവരൊക്കെ അനാഥകളായിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്നു. പലവരും പുറത്ത് പറയും, ചിലവർ പുറത്ത് പറയില്ല. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ ഞാൻ ചെയ്തു തന്നെയാണ് ശരിയെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അതിൻ്റെ ഒരു വിഷമം ഇപ്പോഴും ഇല്ല. ഇപ്പൊ പലവർക്കും സ്വന്തം അച്ഛനമ്മനെയൊക്കെ നന്നായി നോക്കണം എന്നുണ്ടാവും. പക്ഷെ വന്ന ഭാര്യയ്ക്ക് അതുണ്ടായില്ല. അത് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടക്കൊടായിരിക്കും. അപ്പൊ നമ്മ അവർക്ക് അനുസരിച്ച് ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് നിന്നില്ലെങ്കിൽ അവര് പണങ്ങി പോകും. അപ്പൊ നമ്മള് അച്ഛനെയും അമ്മനെയും ചില കാര്യത്തിലൊക്കെ നമ്മ പിന്തള്ളപ്പെടും. അങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ജീവിക്കുകയാണ്. ഇവരിനെയും വിടാൻ പറ്റില്ല, അവരിനെയും വിടാൻ പറ്റില്ല. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതത്തിലാണ് പലവരും ജീവിക്കുന്നത്. അതൊക്കെ മാനസികമായി ഈ ആണുങ്ങളിനെയൊക്കെ ഒരുപാട് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളൊക്കെ അഡ്ജസ്റ്റ്മെന്റിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഇതൊന്നും എല്ലാവർക്കും താങ്ങാൻ കഴിയുന്ന കാര്യങ്ങളല്ല. എന്റെ സ്വഭാവത്തിനൊക്കെ അങ്ങനെ കൊണ്ടുവരിക പറഞ്ഞ ഇത്തിരി കഷ്ടമാണ്. അഡ്ജസ്റ്റ്മെന്റിന് ഞാൻ നിൽക്കില്ല. അപ്പൊ അവിടെ വേർപിരിയലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെയാണ് ഞാൻ അതൊക്കെ ഒഴിവാകാൻ കാരണം. പക്ഷെ നിങ്ങളൊക്കെ നല്ല രീതിയിൽ സന്തോഷത്തോടെ രക്ഷിതാക്കളിനെയും എല്ലാവരെയും കൂട്ടുപിടിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നന്നായി നോക്കി ജീവിക്കണം. പലവിടെയും രക്ഷിതാക്കൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, എനിക്കറിയാം. ഇതില് ഭർത്താക്കന്മാരും ഒക്കെയാണ് കുടുങ്ങുന്നത്. ആണുങ്ങളാണ് കുടുങ്ങുന്നത്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഭാര്യനെയും വിടാൻ പറ്റില്ല, മക്കളിനെയും വിടാൻ പറ്റില്ല, ഉമ്മാനെയും അച്ഛനെയും വിടാൻ പറ്റില്ല. ജോലി സ്ഥലത്തേക്ക് പോകണം. ജീവിതം പറഞ്ഞ അങ്ങനെയാണ്. പണ്ട് കാലങ്ങളിൽ പറഞ്ഞ നിറയെ കൂട്ടുകുടുംബങ്ങൾ ഉണ്ടാവും, വീട്ടിൽ നിറയെ ആളുണ്ടാവും. അപ്പൊ അതൊന്നും പ്രശ്നമില്ല. ഇന്ന് അതൊക്കെ കുറവാണ്. അന്നത്തെ മാതിരിയല്ല ഇന്നത്തെ തലമുറയുള്ളത്. ഇന്ന് വിദ്യാഭ്യാസം പറഞ്ഞാൽ ഉയർന്ന നിലയിലാണ്. ചന്ദ്രനിലും ഭൂമിയിലും എല്ലാവരും കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം കീഴ്പ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മനസ്സിനെ നിയന്ത്രിക്കാനും മനസ്സിനെ കീഴ്പ്പെടുത്താനും ആർക്കും കഴിഞ്ഞിട്ടില്ല. അതിനുള്ള പരിശീലനം ആരും എടുത്തിട്ടില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ രക്ഷിതാക്കളിനെയൊക്കെ നോക്കാണ്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിഞ്ഞാലാണ് നമ്മൾ എല്ലാ കാര്യത്തിലും വിജയിക്കുക. എല്ലാവരും ദേഷ്യക്കാരും കോപക്കാരൊക്കെ ആകുകയാണ്. പക്ഷെ എനിക്ക് മനസ്സിനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിഞ്ഞ് ഷിജുക്കുട്ടന്റെ കൂടെ വന്ന ശേഷം എനിക്ക് ഒരുപാട് ക്ഷമ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരിക്കുന്നത്. ഞാൻ ഷിജുവിലൂടെയാണ് ഞാൻ ക്ഷമ പറഞ്ഞ സാധനം പഠിച്ചിരിക്കുന്നത്. എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിൽ ഒരുപാട് അവൻ സ്വാധീനിച്ചിട്ടുണ്ട്. എന്ത് ചെയ്താലും ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക്. അപ്പൊ എൻ്റെ വാപ്പ വയ്യാണ്ട് കിടന്നത് എനിക്ക് 15 വയസ്സാകുമ്പോഴാണ്. പിന്നെ 12 വർഷം കഴിഞ്ഞിട്ടാണ് വാപ്പ മരിക്കുന്നത്. ഇപ്പൊ 33 വർഷത്തോളമായി മരിച്ചിട്ട്. മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 45 വർഷത്തെ വിടവാണ് വാപ്പാന്റെ രീതിയിൽ പറയുകയാണെങ്കിൽ. അങ്ങനെയുള്ള വിടവാണുള്ളത്. പിന്നെ വാപ്പ മരിച്ച ശേഷമാണ് ബാക്കി സഹോദരിമാരുടെ കല്യാണം കഴിഞ്ഞത്. ഇതിന്റെ ഇടയിൽ കാർഷിക ഭൂമി വാങ്ങിയതിന്റെ കടങ്ങൾ വീട്ടല്, പെൺകുട്ടികളെ പ്രസവിച്ചയക്കല്, അവന്റെ മക്കളെ പ്രസവിച്ചയക്കല്, ഒരുപാട് ചടങ്ങുകളൊക്കെയാണ് അന്ന്. സ്ത്രീധന പീഡനമുള്ള കാലഘട്ടങ്ങളൊക്കെയാണ് അന്ന്. ഇന്നത്തെ മാതിരിയല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, പിന്നെ പഠിപ്പിക്കല്, ജോലി, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു. എൻ്റെ ആഗ്രഹം ഇവരൊക്കെ നല്ല നിലയിൽ എത്തുക എന്നുള്ളതാണ്. എൻ്റെ സഹോദരന്മാരെ എല്ലാവരും തന്നെ നല്ല നിലയിലെത്തി. എല്ലാവരും ഞങ്ങൾ സ്നേഹബന്ധത്തോടെ നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നു. അത് കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പിന്നെ ഉമ്മാക്ക് പ്രായത്തിൻ്റെതായ ഒരു വയ്യായൊക്കെ ഉണ്ട്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം സുഖവും സന്തോഷമായിട്ട് തന്നെ ജീവിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്കൊരു ചെരുപ്പ് കടയാണ് ഉണ്ടായിരുന്നത്.
ഞാൻ ലളിതമായി ജീവിക്കുന്ന ആളാണ് അന്ന് മുതൽ തൊട്ടന്നെ. അത് പറഞ്ഞാൽ അന്ന് കഷ്ടപ്പാടുണ്ടാകുന്ന സമയത്ത് സ്കൂളിൽ പോകുമ്പോഴൊക്കെ എനിക്ക് വെള്ളം മുണ്ടും വെള്ള ഷർട്ടൊക്കെയാണ്. അന്ന് ചെരുപ്പൊന്നുമില്ല. ഞാൻ ചെരുപ്പ് കട തുടങ്ങി 18 വയസ്സിൽ ചെരുപ്പ് കട തുടങ്ങി 30 വർഷത്തോളം ചെരുപ്പ് കട നടത്തി. ഈ 30 വർഷവും ഞാൻ ചെരുപ്പ് ഇട്ടിട്ടില്ല. ചെരുപ്പിടാത്ത കബീർ ചെരുപ്പ് കടക്കാരെന്നാണ് എന്നെ പറയുക. ചെരുപ്പിടാത്ത ചെരുപ്പ് കടക്കാരെന്ന്. അങ്ങനെ 30 വർഷം സ്വന്തം ചെരുപ്പ് ഉണ്ടാക്കി പലവിടേക്കും സപ്ലൈ ചെയ്യുമായിരുന്നു. ഹവായി ചപ്പൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട്. അങ്ങനെയുള്ള 30 വർഷം വരെ ഞാൻ ചെരുപ്പിട്ടില്ല. ഞാൻ വെള്ള വസ്ത്രം ധരിക്കും. അത് പറഞ്ഞാൽ എനിക്കന്ന് ഡ്രസ്സുകൾ കുറവാണ്, വാങ്ങാനുള്ള പൈസയൊന്നുമില്ല. അപ്പൊ ഇത് മാറ്റിയും തിരുമ്പിയിടും. വെള്ള വസ്ത്രവും വെള്ള മുണ്ട് വെള്ള ഇതൊക്കെ എടുക്കുക. അങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിച്ചത്. ലളിതമായ ജീവിതമാണ്, ഇന്നും ലളിതമായ ജീവിതമാണ്. പിന്നെ ഞാൻ ശുചിക്കൂട്ടിലൂടെ പാലക്കാടൊക്കെ പോയപ്പോൾ അവിടെയൊക്കെ വൃത്തികളൊക്കെ കുറവാണ്, ഇവിടുത്തെ മാതിരി അല്ലല്ലോ. അപ്പോഴാണ് ഞാൻ ചെരുപ്പൊക്കെ ഇടാൻ തുടങ്ങിയത്. ആളുകളൊക്കെ എന്നെ ഇങ്ങനെ കണ്ടതും ഇങ്ങനെ നോക്കും. അപ്പൊ ഇനി ജനങ്ങൾക്ക് മാനക്കേടാകണ്ടാവണ്ടാണ്. പിന്നെ ശുചിക്കുട്ടിലാണ് എന്നെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയത്. ശുചിക്കുട്ടിന്റെ അടുത്ത് പോയ പിന്നെയാണ് ഞാൻ പിന്നെ കളർ ഷർട്ടൊക്കെ ഇടാൻ തുടങ്ങിയത്. അത് പറഞ്ഞ് അവൻ എൻ്റെ ഷർട്ടിലൊക്കെ എപ്പോഴും പിടിച്ച് ചളിയാക്കും, എൻ്റെ തോളിലെ പിടിച്ച് നടക്കും, എപ്പോഴും ചളിയാക്കും. അപ്പൊ എനിക്ക് നിവൃത്തിയില്ല. അപ്പോഴും ഞാൻ ഷർട്ടൊന്നും വാങ്ങില്ല. എൻ്റെ അനിയൻ കളർ ഷർട്ട്, ഞാൻ വെള്ള ഷർട്ടും വെള്ളമുണ്ട്, ഒറ്റമുണ്ട്, ഒരു നൈസായിട്ടുള്ള ഒറ്റമുണ്ടുണ്ട്, അതും വെള്ള ഷർട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ കളർ ഷർട്ട് പറഞ്ഞാൽ ഞാൻ വാങ്ങിയിട്ടില്ല ഇതുവരെ. ഇടുന്നൊക്കെ എൻ്റെ അനിയന്മാരുടെ ഷർട്ട് പഴയതാണ്, ഞാൻ ഉപയോഗിക്കുക. ഞാൻ ലളിതമായ ജീവിതമാണ്, എനിക്ക് ജീവിതത്തിൽ ചെലവ് പറയണതേ ഇല്ല. അപ്പൊ ഞാനൊരു കുറച്ച് കാലം കൊണ്ട്, ഒരു 15 വർഷം മുമ്പ് എൻ്റെ ചെരുപ്പ് കട ഞാൻ നിർത്തി, വിറ്റു ഒഴിവാക്കി. എൻ്റെ ഒടുവിൽ പെങ്ങളുടെ എല്ലാ കല്യാണവും കഴിഞ്ഞ് എല്ലാം ഇതായപ്പോൾ എല്ലാ ബാധ്യതകളും കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ബുക്കുകളൊക്കെ ഞാൻ നിറയെ വായിക്കും. ബുക്കുകളൊക്കെ വായിച്ച് ഞാൻ ഈ സൂഫിസങ്ങളും അങ്ങനെയുള്ള ഓരോ കഥകളൊക്കെ വായിച്ച് ഏകാന്ത ജീവിതം, സന്യാസ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. നിറയെ ബുക്കുകൾ വായിക്കും. അപ്പൊ അതിന്നൊക്കെ കാമ ക്രോധ മോഹങ്ങളെ തെളിച്ച് സ്വാർത്ഥതയെ മറികടന്നിട്ട് ഒരു അങ്ങനെയാണ് അതിനെ പറ്റിയിട്ടുള്ള ഡെഫിനിഷനൊക്കെ സന്യാസിനെ, സൂഫിസത്തിന്. അപ്പൊ അങ്ങനെ ഇരിക്കണ കാലത്ത് എൻ്റെ കടയെ കൊടുത്തിരിക്കുമ്പോഴാണ് പെങ്ങളുടെ മകൻ എങ്ങനെ ഓട്ടിസമുള്ള കുട്ടിയാണെന്നുള്ളത് അറിയണത്. അപ്പൊ ശരി, അതിന്റെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. ഞാൻ എപ്പോഴും അന്വേഷിക്കാൻ പോകും. അവന്റെ കാര്യത്തിന് വേണ്ടി പലതും നിൽക്കും. ഞാനാണ് അത് ഓട്ടിസം ഉണ്ട് എന്ന് തന്നെ അവനിക്ക് 1.25 വയസ്സാകുമ്പോഴേക്കും കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുത്ത തന്നെ. അങ്ങനെ അതിന്റെ പിന്നാലെയൊക്കെ നടന്ന് ഞാൻ ഈ കൊടുത്ത കടയും കൊണ്ട് സ്ഥലക്കച്ചവടത്തിന്റെ രീതിയിലൊക്കെ ചെറിയ രീതിയിൽ തുടങ്ങി. അങ്ങനെ അതിൽ നിന്നൊക്കെ എനിക്ക് ചെറിയ വരുമാനങ്ങളൊക്കെ കിട്ടി. ബാപ്പ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ കടങ്ങളെല്ലാം മേടിയിട്ടുണ്ടായിരുന്നു. ബാപ്പ മരിക്കുന്നതിന് മുമ്പ് എല്ലാ കടങ്ങളും മേടി ഞാൻ ഈ ചെരുപ്പ് കടയിൽ നിന്നുകൊണ്ടും ഈ കൃഷിയും ഇതൊന്നും എൻ്റെ കൂടെയുള്ള അനിയന്മാരുടെയും എല്ലാവരും സപ്പോർട്ട് കൊണ്ട് എല്ലാവരുടെയും ബാക്കിയുള്ളവരുടെ കല്യാണം കഴിഞ്ഞ് കടമൊക്കെ മേടി ബാപ്പ സന്തോഷവാനായിട്ടാണ് മരിച്ചത്. അത്രയും സിമ്പിളായ ജീവിതമാണ് ഞാൻ ജീവിച്ചത്. ലളിതമായ ജീവിതം പറയാൻ, ലളിതമായ ജീവിതം. എൻ്റെ അത്രയും ലളിതമായിട്ട് ആർക്കും ജീവിക്കാൻ കഴിയില്ല. അത്രയും ലളിതമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് ചെലവ് പറയണമെന്നില്ല. അങ്ങനെ ഞാൻ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കടന്നു. അതിന് പടച്ച തമ്പുരാൻ എൻ്റെ കഷ്ടപ്പാടും എൻ്റെ ബുദ്ധിമുട്ടും കൊണ്ട് എനിക്ക് ആവശ്യത്തിന് ജീവിക്കാനുള്ള സമ്പത്ത് അതിന് കുറച്ചു കാലം കൊണ്ട് എനിക്ക് കിട്ടി. അത് എൻ്റെ കൈവശം ഉണ്ട്. ഇപ്പം എനിക്കെന്നാലും ചെലവുകളൊന്നുമില്ല. ആഹാരം പറഞ്ഞാൽ നേരത്തേക്കാണെങ്കിൽ നിറയെ കഴിക്കണം. ഇപ്പൊ ആഹാരം പ്രായമാവും തോറും നമ്മൾ ആഹാരം കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. എന്നാലാണ് നമുക്ക് രോഗങ്ങളൊന്നും ഇല്ലാണ്ട് നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആഹാരമൊന്നും കുറവേ കഴിക്കുള്ളൂ. പിന്നെ ഫോണിൽ പൈസ കയറ്റാൻ മാത്രം പൈസ എനിക്ക് ആവശ്യമുള്ളൂ. ബാക്കി എനിക്ക് അങ്ങനെ ചെലവുകളൊന്നുമില്ല. ലളിത ജീവിതം പറഞ്ഞ ലളിത ജീവിതമാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ എൻ്റെ പൈസ കൊണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അല്ലാണ്ട് ശുചിക്കുട്ടൻ്റെ യൂട്യൂബ് വരുമാനമോ അവൻ കച്ചവടം ചെയ്ത വരുമാനമൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് എൻ്റെ സ്ഥലങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ വിൽക്കുമ്പോൾ അതിന് ചെറിയ ലാഭം കിട്ടും. എൻ്റെ ആവശ്യങ്ങൾ അതുകൊണ്ട് നടക്കും. അവൻ്റെ പൈസ അവനിക്ക്, അല്ലാതെ അവനിക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് അവൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കണമെന്ന് മാത്രം. അല്ലാണ്ട് അവൻ്റെ ഒരു പൈസ എനിക്ക് ആവശ്യമില്ല. എൻ്റെ എന്തെങ്കിലും പൈസ അങ്ങോട്ട് ചിലവാകുന്നല്ലാതെ എനിക്കൊന്നും ഇന്ന് ഇത്ര കാലം വരെ അങ്ങനെയാണ്, മരിക്കുന്നവരെ അങ്ങനെ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. അതിന് പടച്ചവൻ എനിക്ക് അറിഞ്ഞ് ആവശ്യത്തിന് തന്നിട്ടുണ്ട്, ജീവിക്കുന്നുണ്ട്. ഒരുപാടൊന്നും തന്നിട്ടില്ല, എനിക്ക് ജീവിക്കേണ്ടത് തന്നിട്ടുണ്ട് സുഖമായിട്ട്. രോഗമൊന്നും വരാണ്ടിരുന്നാൽ മതി. ഈ 60 വയസ്സിൻ്റെ ഇടയിൽ ഞാൻ ആശുപത്രി കിടക്കുക, എനിക്ക് രോഗം വരിക അങ്ങനെയും ചെയ്യില്ല. എനിക്ക് ഹാർട്ടിൽ ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ട് പറഞ്ഞ് ടെസ്റ്റൊക്കെ ചെയ്ത് ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് ഞാൻ കണക്കായില്ല. എനിക്ക് മരിക്കാനൊന്നും പേടിയൊന്നുമില്ല. അതിന് പിന്നാലെ ഞാൻ പോയിട്ടുമില്ല. എനിക്കിപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല. സുഖമായിട്ട് തന്നെ ഇത്ര കാലം വരെ ഇരുന്നത്. ഇനി മരിക്കണ വരെയും ശുചിക്കുട്ടൻ്റെ കൂടെ സന്തോഷത്തോടുകൂടി ജീവിച്ച്
മരിക്കണം എന്നാണ് ആഗ്രഹം. എന്താ പറഞ്ഞാൽ എനിക്കുണ്ടായ പൈസകൾ, എൻ്റെ പൈസയുള്ളത് കൊണ്ടൊക്കെ ഞാൻ ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട്. അതിപ്പോൾ എനിക്കിവിടെ സഹായിച്ചു നമുക്ക് വിളിച്ചു പറയാൻ പറ്റില്ല, ഇന്നെ ഒരു കൊടുത്ത് ഇന്നെ ചെയ്തു എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നാലാകുന്നത്ര ഞാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഈ എൻ്റെ സഹോദരന്മാരൊക്കെ ഗൾഫിൽ പോകാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് അന്ന് കാലത്ത് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരോരോ വീടിൻ്റെ അടുത്ത് ആ ഏജന്റ് മനത്ത് കൊടുക്കാൻ പൊടിയാണ്. അപ്പൊ സ്വന്തക്കാരുടെ മുമ്പിലൊക്കെ ഒരു വിസ തരുമോ പറഞ്ഞൊക്കെ ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്. അവരൊന്നും നമ്മളെ വിസ തരിക സഹായിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കുടുംബക്കാരും ബന്ധുക്കളോ അങ്ങനെ ആരും സഹായിച്ചില്ല. ചെരുപ്പക്കട ഉണ്ടാകുമ്പോൾ എന്നെ കച്ചവടത്തിൽ എൻ്റെ നിന്നൊക്കെ സാധനം വാങ്ങി എൻ്റെ ജനങ്ങളും നാട്ടുകാരും നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കടയിൽ നിന്ന് തന്നെ സാധനം വാങ്ങുള്ളൂ. അന്ന് ആരും ചെരുപ്പൊന്നും, ഞാൻ തുടങ്ങുന്ന കാലഘട്ടത്തിൽ ആരും ചെരുപ്പിടില്ല. ആകെ വടുകത്തറ പറയുന്ന അവിടെ ഒരു സന്യാസി ഉണ്ട്, അയാൾ ഒരു മെതിയടി, മരത്തിന്റെ ഒരു മെതിയടിയാണ് ഇടുക. പിന്നെ പള്ളിയിലെ മുസ്ലിം ഇടും. എൻ്റെ ബാപ്പി അതേമാതിരി ഒളിവെടുക്കുമ്പോൾ മാത്രം, ശുദ്ധി വരുത്തി നിസ്കരിക്കുമ്പോൾ മാത്രം ഇടും. അങ്ങനെ അത്യാവശ്യം ചിലവർ നിസ്കരിക്കുന്നവരും അതേമാതിരി അത്യാവശ്യം ചില ആളുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ വലിയ പണക്കാരുണ്ടെങ്കിൽ അവർ തോലി ചെരുപ്പ് ഇടും. ബാക്കി സാധാരണ ആളുകൾക്കൊന്നും ഞാൻ ചെരുപ്പ് ആർക്കും ഇല്ല, ഇടാറില്ല ആരും. ഞാനും ഇട്ടിട്ടില്ല, ആരും ഇട്ടിട്ടുമില്ല, അങ്ങനെ ആരും ഇടില്ല. ഇതൊരു ആർഭാട വസ്തുവായിട്ടാണ് ചെരുപ്പിനെ കണക്കാക്കുന്നത്. അങ്ങനെ പൈസയുള്ളവർ മാത്രമൊക്കെ ഇടുള്ളൂ. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ട് പുറത്തൊക്കെ സപ്ലൈ ചെയ്യണം. പക്ഷെ എന്നെ ജനങ്ങളൊക്കെ നല്ല സപ്പോർട്ട് ചെയ്ത് പിന്നെ അങ്ങനെ നിറയെ ആളുകളൊക്കെ ഇവിടെ വാങ്ങിയിട്ടുണ്ട് ചെരുപ്പുകൾ. അങ്ങനെയാണ് ചെരുപ്പിന്റെ കഥ. അന്ന് മുസ്ലിംക്കന്മാർ ഇവര് അത്യാവശ്യം ആളുകളൊക്കെ ടയറിൽ ചെത്തിയിട്ട് ഒരു ചെരുപ്പുണ്ടാക്കും. പഴയ ടയറിനെ ഇങ്ങനെ ചെത്തിയിട്ട് ഒരു ചെരുപ്പുണ്ടാക്കും. ആ ചെരുപ്പാണ് പിന്നെ ആളുകൾ ഇടുന്നത്. അത് കുറേ കാലം നിൽക്കും, എത്ര ഇട്ടാലും തേഞ്ഞു പോയില്ല. അങ്ങനെയൊക്കെയാണ് ഒരു കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുള്ളത്. അപ്പൊ എൻ്റെ ഈ 60 വയസ്സിൻ്റെ ഇടയിൽ ചില അനുഭവങ്ങളുണ്ട്. എങ്ങനെ പറയാം, നമ്മ ബുദ്ധിമുട്ടിയുണ്ട്, എൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഷ്ടപ്പാട് പറഞ്ഞാൽ ഞാൻ സഹായിക്കും. പക്ഷെ നമ്മ കൊടുക്കുമ്പോൾ ഇതൊന്നും തിരിച്ചു കിട്ടുമ്പോൾ ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. ഈ വാങ്ങിയവരാരും തരില്ല. തരാതിരുന്നത് പോട്ടെ, അവസാനം അവര് ശത്രുവും കൂടിയാകുകയാണ്. തുടക്കത്തിലേ ഇല്ല പറഞ്ഞാൽ അതോടെ പിടുത്തം പൊട്ടു. അങ്ങനെയാണ് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ എന്നെ വാങ്ങിച്ചിട്ട് പറ്റിച്ചിട്ടുണ്ട്. ലക്ഷങ്ങളാണ് വാങ്ങി പറ്റിച്ചിട്ടുള്ളവർ. പലവരും തരാറില്ല. ചോദിച്ചു കഴിഞ്ഞാൽ മാമാക്ക് എന്തിനാ പൈസ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തിന് അടുത്ത കാലത്ത് തന്നെ നമ്മളിപ്പോൾ പാക്ക് ചെയ്ത് സാധനങ്ങൾ വെക്കുമ്പോൾ ഒരു പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 രൂപയാണ് ഒരു പാക്കറ്റിൽ കിട്ടുക, അല്ലെങ്കിൽ ഒരു 10 രൂപ കിട്ടും. അങ്ങനെ എന്നെപ്പോൾ അടുത്ത് തന്നെ ഒരു വണ്ടൂരിലെ, മലപ്പുറമാണ് വണ്ടൂര്, 8500 രൂപ പറ്റി ശുചിക്കുട്ടൻ്റെ പൈസ തന്നെ. അത് പറഞ്ഞാൽ അവരെനിക്ക് കുവക്കിഴങ്ങും തേനൊക്കെ തരാ പറഞ്ഞ് പൈസ ഗൂഗിൾ പേ ചെയ്ത് വാങ്ങിയിട്ട്, അനീസ് മുഹമ്മദ് എന്നാണ് അവൻ്റെ പേര്. എനിക്ക് അവൻ്റെ ഫോൺ നമ്പർ ഉണ്ട്, ഫോൺ നമ്പർ വിളിച്ചെടുക്കുന്നില്ല. പിന്നെ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യമൊന്നുമില്ല. മൊത്തം അവനെ അടക്കം ഈ നിസാര പൈസ അടക്കം ഈ 8500 അടക്കം പറ്റിച്ചിരിക്കുകയാണ്. ഇതാണ് സമൂഹങ്ങൾ. ഈ കുട്ടികളിനെ അടക്കം അവർ വിടാൻ തയ്യാറില്ല. ഞാൻ പറഞ്ഞ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് വളർന്നു വന്നവനാണ്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട്. പക്ഷെ എന്നെ പറ്റിച്ചവരാരും ഇതുവരെ നേരായിട്ടൊന്നുമില്ല. പക്ഷെ എന്നെ പറ്റിച്ചുകൊണ്ട് ഞാൻ ഇതുവരെ തളർന്നിട്ടൊന്നുമില്ല. പടച്ചവൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഓരോ വഴികൾ കാണിച്ചു വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അല്ലാണ്ട് എന്നെ തളർത്താനൊന്നും ആർക്കും കഴിഞ്ഞിട്ടില്ല. പടച്ചവൻ അതിനുള്ള നല്ല വഴികളൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ വാങ്ങിയവര് അതുകൊണ്ട് പറ്റിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ അവര് നേരാകണമെന്നൊന്നുമില്ല. പറ്റിച്ചവൻ ഒരിക്കലും നേരായില്ല. അത് അവര് രക്ഷപ്പെടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ പറഞ്ഞ സത്യസന്ധമായി ഉണ്ടാക്കുന്ന പൈസകളാണ്. അതിനെയൊക്കെ ഒരാൾ വഞ്ചിക്കുക പറഞ്ഞാൽ അവർ ഇത്തിരി നേരാകാൻ ഇത്തിരി കഷ്ടമാണ്. അപ്പൊ ഞാൻ ഈ സന്യാസ ജീവിതമൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ്. കാമക്രോധ മോഹങ്ങളൊക്കെ ത്യജിച്ച് സ്വാർത്ഥതയെ മറികടന്ന് അനശ്വരമായ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വിലയം പ്രാപിക്കലാണ് സൂഫിസം. അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് പടച്ചവൻ്റെ ഒരു നിശ്ചയപ്രകാരം ശിജുക്കുട്ടൻ ഒരു 10 വയസ്സ് 12 വയസ്സൊക്കെ ആകുമ്പോൾ ഒരുപാട് ദേഷ്യങ്ങൾ കാണിക്കാൻ തുടങ്ങി, വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഇവൻ്റെ നിയന്ത്രണത്തിലുണ്ടായി, ഇവർക്ക് ഉറക്കമില്ലാണ്ടായി, ഇവൻ്റെ നിയന്ത്രണത്തിൽ കിട്ടാണ്ടായി. ഇവർ ആത്മഹത്യ ചെയ്യുന്ന പേര് അടക്കം പറയേണ്ട ലെവൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പിന്നെയൊക്കെ ഒരുപാട് സ്നേഹമാണ്. എൻ്റെ സഹോദരി സഹോദരന്മാരെല്ലാം ഭയങ്കര സ്നേഹമാണ്. ഇവൻ്റെ വിഷമങ്ങൾ ഇവർക്ക് കൊണ്ട് ഞാൻ ജീവിച്ചത്. അപ്പോൾ ഇവരിങ്ങനെ പറയുമ്പോൾ എനിക്ക് പിന്നെ എല്ലാം ഒഴിവാക്കി ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുക, ഫുള്ളായി സപ്പോർട്ടായി നിൽക്കുക, നിങ്ങൾ ധൈര്യത്തിൽ നിൽക്കി, നമുക്ക് അവനെ മുന്നോട്ട് കൊണ്ടുപോകുക പറഞ്ഞ് അങ്ങനെ ഞാൻ ശുചിക്കുട്ടൻ്റെ കൂടെ കൂടിയിട്ട് ഒരു 8 വർഷത്തോളമായി.
അവനെ ഈ ഒരു ഗ്രില്ലുമാരി ജയിലുമാരിയൊക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിൽ അടച്ചു വെക്കണം എന്നൊക്കെയാണ് കരുതിയത് അന്നത്തെ ദേഷ്യം അവൻ്റെ വാസിയിലൊക്കെ. ബാംഗ്ലൂരൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ അവനെ കാറിലൊക്കെ കയറ് കെട്ടി തുണിയും കൊണ്ടൊക്കെ കെട്ടിയിട്ടൊക്കെ കൊണ്ടുപോയി. അത്രയും വലിയ ദേഷ്യങ്ങളൊക്കെ അവൻ കാണിച്ചിരുന്നത്. പിന്നെയുള്ള നല്ല നല്ല ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെയാണ് അവൻ്റെ മാറ്റം ഉണ്ടായി. പിന്നെ സ്കൂളിൽ പോക്കൊക്കെ ഒരു 10-18 വയസ്സ് കൊറോണ കാലങ്ങളൊക്കെ വന്നപ്പോൾ സ്കൂള് നിർത്തി. പിന്നെ അവന് ഒളിച്ചോടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, വെറുതെ റോട്ടിക്ക് ഒളിച്ചോടുക. അങ്ങനെയാണ് ഞങ്ങൾ യൂട്യൂബ് തുടങ്ങി. അന്ന് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും എന്നുള്ളതൊന്നും അറിയില്ല. അവനെ 4 ആൾ അറിയണം, ഇവർ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുത്തുന്നത് ശരിയല്ല, സമൂഹങ്ങളൊക്കെ ഇങ്ങനത്തെ കുട്ടികളെ അറിയണം, സമൂഹത്തിൽ ജനങ്ങൾ അറിയണം എന്നുള്ള രീതിയിലൊക്കെ കൊണ്ടുവന്നിട്ടാണ് അങ്ങനെ ഒരു യൂട്യൂബ് പറഞ്ഞ ഒരു രീതിയിൽ അങ്ങനെ തുടങ്ങിയത്. അന്ന് പറഞ്ഞാൽ നെറ്റും ഇതൊന്നും ഇല്ല, കിട്ടിയാൽ തന്നെ അത് അത്ര ക്ലിയറായി കാണാനൊന്നും കഴിയില്ല, അങ്ങനെ വട്ടത്തിരിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഈ നെറ്റ് വർക്കൊക്കെ നല്ല സുഖമായി നല്ല രീതിയിൽ നടന്ന് ആ മേഖല പുരോഗമിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ തുടങ്ങിയിട്ട് 6 വർഷമായി. 6 വർഷമായാലും 2 വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ്റെ വീഡിയോ ഒക്കെ കൂടുതൽ പുകാൻ തുടങ്ങിയതും വരുമാനം കിട്ടുന്ന അറിയാൻ തുടങ്ങിയതും വരുമാനം വരാൻ തുടങ്ങിയതൊക്കെ. പക്ഷെ എന്ത് വരുമാനം ചെറിയ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. എന്ത് വരുമാനം കിട്ടിയാലും അത് അവനക്കാണ്, അതൊന്നും ഞങ്ങൾ ഒരു പൈസയും എടുക്കില്ല. പിന്നെ വീഡിയോ ചെയ്യുന്നതിനും ചെലവുകളുണ്ട്, അതിന് മെനക്കെടലുണ്ട്, പണിയുണ്ട്, നല്ല കഷ്ടങ്ങളുണ്ട്. ഒരു വീഡിയോ ചെയ്യുക പറഞ്ഞാൽ അങ്ങനെ അതിന് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നല്ല ചെലവുണ്ട്. അങ്ങനെ അവനിക്കാണ് ആ വരുമാനം കിട്ടുന്ന പൈസ എല്ലതും. പിന്നെ അവന് ഒരു 10-18 വയസ്സ് കഴിഞ്ഞ് ഈ ബാക്കി സമയങ്ങളിൽ വെറുതെ ഇരിക്കലായപ്പോഴാണ് ഇങ്ങനെ കുട്ടികളെ വെറുതെ ഇരുത്താൻ പറ്റില്ല പറഞ്ഞ് ഒരു പാക്കിങ്ങിന്റെ ഒരു ജോലിയൊക്കെ തുടങ്ങിയത്. അല്ലാണ്ട് അത് വരുമാനം കിട്ടാനല്ല. വരുമാനം കിട്ടുകയാണെങ്കിൽ നല്ല നല്ല മേഖല കാറ് കച്ചവടമുണ്ട്, സ്ഥലക്കച്ചവടമുണ്ട്, പല മരക്കച്ചവടം, അങ്ങനെ പല കച്ചവടങ്ങളുണ്ട്. ഞാൻ ഫോട്ടോസ്റ്റാറ്റ് കടയിട്ടുണ്ട്, ബേക്കറി ഇട്ടിട്ടുണ്ട്, ഒരുപാട് തൊഴിലുകൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തവനാണ്. അപ്പൊ അങ്ങനത്തെ മേഖലകളൊക്കെ എനിക്കറിയാം, എൻ്റെ നാട്ടുകാർക്കൊക്കെ അറിയും. അവരൊക്കെ എൻ്റെ ബിസിനസ്സിൽ നല്ല സപ്പോർട്ട് ചെയ്തവരാണ്, അവർക്കൊക്കെ അറിയാം. പക്ഷെ അതുകൊണ്ടൊന്നും ഇപ്പൊ ഒരു കാറ് കച്ചവടം ചെയ്തവന് കയ്യിൽ എന്തെങ്കിലും റോൾ ഉണ്ടാവും? ഒരു റോളും ഇല്ല. സ്ഥലക്കച്ചവടം ചെയ്തവന് കയ്യിൽ എന്തെങ്കിലും റോൾ ഉണ്ടാവും? ആധാരും പേപ്പറൊക്കെ നോക്കുക, അത് എനിക്ക് നോക്കാൻ അറിയില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ ഇവനിക്ക് ഒരു പാക്കിങ്, അവനെ കൊണ്ട് ഒരു മണിക്കൂർ, ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ഒരു തൊഴിൽ ഉറപ്പിച്ച് നിർത്തുക എന്നുള്ള ബേസിലാണ് കഴുകല്, ഉണക്കല്, പാക്കിങ്, അങ്ങനത്തെ രീതിക്കാണ് ഞാനിത് തുടങ്ങിയിരിക്കുന്നത്. ഇത് വലിയ വരുമാനം കിട്ടുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ ഇങ്ങനത്തെ കുട്ടികൾ എല്ലാവരിനെ കൊണ്ടും ഇതുമായി എന്തെങ്കിലും തൊഴിലുകൾ എല്ലാവരും ചെയ്ത് അവരിന് ഡെവലപ്മെന്റ് ആക്കി എടുക്കണം എന്നുള്ളതാണ്. സിജുക്കുട്ടനിൽ അതിൽ നല്ല മാറ്റങ്ങൾ ഉണ്ട്. അപ്പൊ സിജുക്കുട്ടനിൽ വന്ന ഗുണം എന്താന്ന് പറഞ്ഞാൽ, ഞാനൊരു മനുഷ്യനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല മനുഷ്യന്മാരായിട്ട് കാണാൻ എനിക്ക് ഈ ലോകത്ത് എൻ്റെ അനുഭവം കൊണ്ട് പറയണമെങ്കിൽ ഇങ്ങനെയുള്ള ഭിന്നശേഷികളായ ഓട്ടിസം പോലെയുള്ള കുട്ടികളാണ്. ഇവർക്ക് ചതിക്കാനോ വഞ്ചിക്കാനോ കുറ്റം പറയാനോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയാനോ ഒന്നും അറിയില്ല. ഇവർ നിഷ്കളങ്കര, ഇവര് വാങ്ങിപ്പറ്റിക്കാനോ തോൽപ്പിക്കാനോ വഞ്ചിക്കാനോ ഒന്നും വരില്ല. നമ്മൾ അവരിനെ പറ്റിക്കാണ്ടിരുന്നാൽ മതി. അവരും ഒരു സൂഫിസം മാതിരിയുള്ള നല്ല വ്യക്തികളാണ് ഇങ്ങനെയുള്ള ഓട്ടിസം കുട്ടികൾ. അവർക്ക് ചതി വഞ്ചന അറിയില്ല, നേരെ വാ എന്നാണ്. ഒരിക്കലും അറിയില്ല ഈ ഓട്ടിസം കുട്ടികൾക്ക് ചതിക്കാനും വഞ്ചിക്കാനും. അവരിനെ പഠിപ്പിച്ച് കൊടുത്താൽ തന്നെ അവർക്ക് അറിയില്ല, അങ്ങനെയാണ്. അപ്പൊ ഞാൻ എത്തപ്പെട്ടിട്ടുള്ളത് ശരിക്കും ഇങ്ങനെയുള്ള നിഷ്കളങ്കരായ ഒരു വ്യക്തിന്റെ കൂടെയാണ് എത്തപ്പെട്ടിരിക്കുന്നത്. ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാം. ഞാനിപ്പോ ഒരു നിങ്ങൾ ആരെങ്കിലും ഒരു രോഗി ഒരാഴ്ച ആശുപത്രി കിടക്കണം, ഞാൻ വന്ന് പല്ല് തേച്ച് തന്നു, കുളിപ്പിക്കാൻ സഹായിച്ചു തന്നു, നിങ്ങൾക്ക് ബാക്കി എല്ലാ സേവനങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതകാലത്തിൽ ഒരിക്കലും മറക്കില്ല. അതിന് നിങ്ങൾ പ്രത്യുപകാരം എന്തായാലും ചെയ്യും. പക്ഷെ ഇത്തരം കുട്ടികളെ നമ്മൾ ഇത് കാലാകാലം ചെയ്തു കൊടുത്താലും അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയൂല്ല. ചിലപ്പോൾ അറിയാം അല്ലെങ്കിൽ അറിയാതിരിക്കാം. പല കുട്ടികളും പലതരത്തിലാണ്. പക്ഷെ അവരിൽ നിന്നും ഒന്നും നമുക്ക് കിട്ടില്ല. നമ്മൊരു വയ്യാണ്ട് ആശുപത്രിയിൽ നിന്ന് 10 ദിവസം കടന്ന് അവർക്ക് നോക്കാൻ വരാനോ സഹായിക്കാൻ വരാനോ ഒരു ആഹാരം കൊണ്ടുതരാനോ ഇതൊന്നും ഇവർക്ക് അറിയില്ല. അപ്പൊ നമ്മൾ അവരിൽ നിന്നും ഒന്നും നമ്മെ പ്രതീക്ഷിക്കുന്നില്ല, ഒന്നും കിട്ടില്ല. അങ്ങനെയുള്ളവരിനെയാണ് നമുക്കാകുന്ന സേവനം നമ്മ ഈ പ്രായത്തിൽ ചെയ്തു കൊടുക്കുന്നത്. അതൊരു വലിയൊരു പുണ്യമുള്ള കാര്യമാണ്. ഒരു സൂഫിസം ചെയ്യുന്ന ഒരു സന്യാസിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതലുള്ള ഒരു നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. ഞാൻ നല്ലൊരു കാര്യത്തിൽ നല്ലൊരു സൽപ്രവൃത്തിയിൽ തന്നെയാണ് ഞാൻ എത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. മരിക്കണ വരെ അവനിക്ക് ആവുന്നത്ര സേവനം ചെയ്ത് അവന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളതിന് എൻ്റെ ലക്ഷ്യം. അത് എനിക്ക് ദേഷ്യക്കാരനാണെങ്കിലും സിജുക്കുട്ടനിലേക്ക് ഞാൻ ഒരുപാട് ദേഷ്യങ്ങളും ക്ഷമയും പഠിച്ചിട്ടുണ്ടെങ്കിലും
അതിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പലവരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ബന്ധം എനിക്ക് നിലനിർത്തി തരണം, അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, സിജുവിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഞാനും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എന്നാലാവുന്നത്ര പ്രാർത്ഥിക്കുക. ഇത്തരം കുട്ടികളെ കാണുമ്പോൾ നിങ്ങൾ അവരിനൊന്ന് സഹായിക്കണം, അവൻ്റെ രക്ഷിതാക്കളെ സഹായിക്കണം. ഇതിൻ്റെ രക്ഷിതാക്കളാണ് ഇന്നത്തെ കുട്ടികൾക്ക് അവർ പറഞ്ഞ ഒന്നും അറിയില്ല. അവർ സ്വർഗത്തിലെ കുട്ടികളുമാരിയാണ്. അവർ എല്ലാ സുഖ സൗകര്യങ്ങളും കൂടിയിട്ട് എല്ലാം ജാളിയായിട്ടാണ് അവർ ജീവിക്കുന്നത്. അവർക്കൊന്നും അറിയില്ല. അവരൊരു പ്രത്യേക ലോകത്താണ്. ഈ സന്യാസി അങ്ങനെ ഒരു പ്രത്യേക ലോകത്ത് ഒരു അവസ്ഥയിൽ അവർ ജീവിക്കുക എന്ന മാതിരിയാണ്. അവരൊരു പ്രത്യേക ലോകത്താണ്. ഓരോരുത്തരും കഞ്ചാവ് പിടിച്ചവരും ഒരു പ്രത്യേക ലോകത്താണ്. എന്ന മാതിരി ഇവരും ഒരു പ്രത്യേക ലോകത്താണ്. പക്ഷെ ഭിന്നശേഷികൾക്കാരുടെ അമ്മമാരും ഒരു പ്രത്യേക ലോകത്താണ്. അവർ സാധാരണ മനുഷ്യന്മാരുടെ ലോകത്തില്ല, അവരും ഒരു പ്രത്യേക ലോകത്താണ്. അപ്പൊ നിങ്ങൾ അവരിനെ കാണുമ്പോൾ അവരിനെ ഒന്ന് സ്നേഹിക്കണം, സപ്പോർട്ട് ചെയ്യണം, പിന്തുണ ചെയ്യണം. ഒന്ന് ചിരിച്ചിട്ടെങ്കിലും അവന് സഹായിക്കണം. പൈസ കൊടുത്ത് സഹായിച്ചില്ലെങ്കിൽ അവനെ ഒന്ന് ചിരിച്ചിട്ടെങ്കിലും സഹായിക്കണം. അവന്റെ വിഷമം ഒരു ഭിന്നശേഷി കുട്ടികളുടെ, അത് പ്രത്യേകിച്ച് ഓട്ടിസംമാരിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കള് എന്താണ് അനുഭവിക്കുന്നു എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അങ്ങനത്തെ കുട്ടികളുടെ രക്ഷിതാക്കളുടെ കൂടെ പോയിട്ട് ഒരാഴ്ച ഒന്ന് താമസിച്ചാൽ മതി. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. എല്ലാ ബുദ്ധിമുട്ടും നിങ്ങളുടെ പ്രശ്നങ്ങളും തീരും. ഇതുമാതിരി നിങ്ങളുടെ ജീവിതത്തിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു വഴി വേറെ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൻ്റെ കൂടെ ഒരാഴ്ച പോയി ഇരുന്നാൽ മതി. നിങ്ങൾ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണെങ്കിലും പോയിരിക്കുക, അവൻ്റെ കൂടെ താമസിക്കുക ഒരാഴ്ച പോയിട്ട്. നിങ്ങൾ എത്രയോ ഉയരത്തിലാണെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നിപ്പോകും. പണമോ ഒന്നും വേണ്ട, നിങ്ങൾ എത്രയോ മുകളിൽ സ്വർഗത്തിലാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് സ്വയം തോന്നിപ്പോകും. നിങ്ങൾ ഇങ്ങനത്തെ രക്ഷിതാക്കളെ സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളപ്പോൾ ഇങ്ങനത്തെ കുട്ടികളുടെ കൂടെയൊക്കെ താമസിക്കുക നിൽക്കുമ്പോഴൊക്കെയാണ് നമ്മൾക്ക് ദൈവം തമ്പുരാൻ എന്തൊക്കെ അനുഗ്രഹം തന്നിട്ടുണ്ട്, എന്ത് സുഖത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, എത്ര ഉയരങ്ങളിലാണ് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നതൊക്കെ ഇങ്ങനത്തെ കുട്ടികളും ഇങ്ങനത്തെ കുട്ടികളുടെ രക്ഷിതാക്കളുടെ കൂടെയൊക്കെ ജീവിക്കുമ്പോഴാണ് നമുക്കറിയുക. അപ്പൊ നമ്മളൊക്കെ എത്രയോ വലിയ ഭാഗ്യവന്മാരാണ്. പക്ഷെ ഈ കുട്ടികളും ഭാഗ്യവന്മാരാണ്. അവരും അങ്ങനെയുള്ള ലെവലിൽ ജീവിക്കുന്നവരാണ്. അവരും ഒരു നല്ല സംശുദ്ധരായ നല്ല നിഷ്കളങ്കരായ ഒരു സമൂഹമാണ് ഇത്തരം കുട്ടികൾ. പക്ഷെ ഇവന്റെ രക്ഷിതാക്കൾ പറഞ്ഞ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടുന്നവരാണ്. ഇപ്പൊ എൻ്റെ വാപ്പ 12 വർഷം കടന്നു എന്നിട്ടാണ് മരിച്ചത്. പക്ഷെ ഒരു നല്ലൊരു മനുഷ്യനായിട്ടാണ് മരിച്ച്. വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് ദിക്റും സലാത്തുകളും ചെല്ലാനൊക്കെ സാഹചര്യം കിട്ടിയെന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്ന മാതിരി ഇങ്ങനത്തെ കുട്ടികളെ നോക്കുന്ന രക്ഷിതാക്കളും ഒരുപാട് പുണ്യം ചെയ്തവരാണ്. അവന്റെ സ്ഥാനം ഉയർന്ന നിലയിലാണ്. അവന്റെ ആത്മാവിനെയും ശരീരത്തിനെയും എല്ലാം ശുദ്ധീകരിക്കാൻ അവർക്ക് കഴിയും. അവർ ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ കഴിയും അവർക്ക്. പക്ഷെ ഒരുപാട് പരീക്ഷണങ്ങളാണ്. അതിനൊക്കെ ആയിരിക്കാം ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ കൊടുക്കണമെന്ന് ഒരു ദൈവവിശ്വാസി എന്നുള്ളവർക്ക് വിശ്വസിക്കാം. എല്ലാത്തവർക്കും അങ്ങനെ, നിരീശ്വരവാദികൾക്ക് പിന്നെ എങ്ങനെ വേണമെങ്കിലും വിശ്വസിക്കാം. എല്ലാത്തവർക്കും അങ്ങനെ വിശ്വസിക്കാം. അവർ ഈ ലോകത്തെ ഒരു പരീക്ഷണ തരണം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വിശ്വസിക്കാം. അപ്പം ഇത്തരം കുട്ടികളെ നോക്കുന്ന രക്ഷിതാക്കൾക്കും അതിനെ സ്നേഹിക്കുന്നവർക്കും നല്ല ആരോഗ്യവും ആയുസ്സും സമ്പത്തും സമാധാനവും ശാന്തിയും ധൈര്യവും അവന്റെ ഹൃദയ ശുദ്ധിയാക്കലും എല്ലാം ചെയ്യണം. എല്ലാം അവർക്ക് കൊടുക്കട്ടെ എന്നാണ് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. എന്താ പറഞ്ഞാൽ ഇവര് നിഷ്കളങ്കര, ഇവരെ പറ്റി എത്ര പറഞ്ഞാലും ഇവന്റെ രക്ഷിതാക്കളെ പറ്റിയും ഇത്തരം കുട്ടികളുടെ രക്ഷിതാക്കളെയും ഇത്തരം കുട്ടികളെ പറ്റി എത്ര പറഞ്ഞാലും മതിയായില്ല. അത് അനുഭവിച്ചേർക്കാറ്. അതിനാണ് ഞാൻ പറഞ്ഞത് ഇവന്റെ കൂടെ നിങ്ങൾ 1 ദിവസമോ 4 ദിവസമോ ഒരാഴ്ചയൊക്കെ പോയി താമസിക്കണം എന്ന് പറഞ്ഞത്. നിങ്ങളുടെ അവസ്ഥ അപ്പോഴാണ് അറിയുക. നിങ്ങൾ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒരുപാട് ദീർഘിപ്പിച്ച് പറയേണ്ട വീഡിയോകളാണ്. ഞാൻ കുറച്ച് ചുരുക്കി പറഞ്ഞെന്നേ ഉള്ളൂ. വല്ല തെറ്റുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. താങ്ക് യു.